ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റബിൾ സ്റ്റൂവും പാലപ്പവും ഉണ്ടാക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ സ്റ്റൂ തയ്യാറാക്കാം. ആദ്യം അതിനായിട്ടുള്ള പാത്രം എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അത് ചൂടായി വന്ന ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരു 2-3 ഏലയ്ക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുക. കൂടാതെ കറുവപ്പട്ടയും ബേലി ലീവ്സും ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് എണ്ണയിൽ മൂത്ത് വരട്ടെ. ഞാനിവിടെ നേരത്തെ ഇതിനാവശ്യമായ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള, പച്ചമുളക്, കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇവയൊക്കെയാണ്. ഇതിൻ്റെ കൂടെ ഇവയല്ലാതെ ഗ്രീൻ പീസും കോളിഫ്ലവറും ഒക്കെ നമുക്ക് ചേർക്കാം. ഇവയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതിയേ. അതിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പാകമായിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാമേ. അതൊന്ന് എല്ലാം ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പാത്രം എടുത്തൊന്ന് അടച്ചു കൊടുക്കാം. ഈ പാലപ്പത്തിൻ്റെ മാവൊന്ന് നോക്കാം, പുളിച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ ഫ്രണ്ട്സ്? അത് ഞാൻ തന്നെ ഡൈ ചെയ്തതാണ്. കൊള്ളാമോ? പാലപ്പം 2 ഞാൻ കണ്ണൂന് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കിയേ, വെന്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റൂ ഒന്ന് കുറുകി കിട്ടും. അല്ലെങ്കിൽ കാഷ്യൂനട്ട് ഒന്ന് അരച്ച് ചേർത്താൽ മതി, കറി ഒന്ന് കുറുകാനായിട്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തേക്കണമേ. എൻ്റെ കയ്യിലില്ല, അതാണ് ഞാൻ എടുക്കാത്തത്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ 2ാം പാലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അതിന് പകരം 2ാം പാൽ ചേർത്ത് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. ഈ കിഴങ്ങിട്ടതിൽ ചിലതൊന്നും ഉടയുന്നില്ല. ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച് അതിനെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്ത് കിഴങ്ങാണോ എന്തോ. ഉപ്പും കൂടെ ഒക്കെ ഒന്ന് നോക്കിയേക്കണമേ. എന്തായാലും ഉടച്ചെടുത്തിട്ടുണ്ട്. ദേ കണ്ടോ? ഇനി നമുക്ക് അതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം അധികം തിളപ്പിക്കാൻ നിൽക്കരുത്. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഇവിടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാവും. സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
സ്റ്റൂ റെഡിയല്ല, ഇനി പാലപ്പം ഉണ്ടാക്കാം. പാലപ്പച്ചട്ടി എടുത്ത് ചൂടാക്കാം. മാവ് ഒഴിച്ച് അടച്ച് വെക്കാം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായ വെജിറ്റബിൾ സ്റ്റൂവും പാലപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാമേ.